പക്ഷേ കിച്ചു അമ്മ എനിക്ക് പറ്റിയ തെറ്റാണെന്ന് പറഞ്ഞ് രേണുവിൻ്റെ അടുത്തേക്ക് വന്നാൽ ചേർത്ത് പിടിക്കുമോ? ഞാൻ പറഞ്ഞില്ലേ, സുധിച്ചേട്ടൻ്റെ മക്കളെ ഞാൻ ഒരിക്കലും തള്ളിക്കളയത്തില്ലെന്ന് പറഞ്ഞു. കിച്ചു ആണെങ്കിലും ഋതപ്പനാണെങ്കിലും രണ്ടുപേരും. ഇപ്പം ഋതപ്പം വലുതാകുമ്പോഴത്തേന് എന്തെങ്കിലും പറയുമെന്ന് നമുക്കറിയില്ല, നമുക്കറിയത്തില്ല. രേണു ഞാൻ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല, തള്ളി പറയത്തില്ല. രേണു മീഡിയക്ക് മുമ്പിൽ കിച്ചുവിനെ വിളിക്കുന്നതൊക്കെ ഒരു പ്രഹസനമാണെന്ന് പറയപ്പെടുന്നു. എന്താ പറയാനല്ലേ? എനിക്കൊന്നും പറയാനില്ല. കാരണം പ്രഹസനമല്ലെന്നും ഇവിടെ അറിയാവുന്നവർക്കറിയാം പ്രഹസനമല്ലെന്നും. മീഡിയ ഇല്ലാത്തപ്പോഴും വിളിക്കാറുണ്ട്. അതാ ഞാൻ ഈ പറഞ്ഞത്. ഞാൻ എന്തായാലും എടുത്തും സംസാരിക്കും. ചുറ്റുമുള്ളവർ നമ്മളെ നോക്കുന്നതോ നമ്മളെ ശ്രദ്ധിക്കും, നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ നമ്മുടെ നാച്ചുറലായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. പ്രഹസനമാക്കി എടുക്കുന്നതാണ്. അതിൽ ഏറ്റവും കൂടുതൽ വിമർശനം നമ്മളെ എയർപോർട്ടിൽ നിന്ന് എടുത്ത പിന്നെ ടാറ്റുവിന്റെ ഇഷ്യൂ. മോനെ ടാറ്റു അടിച്ചോ എന്ന് ചോദിക്കുന്നത് എന്താണ് അവർക്ക് അതാണ് അന്യന്റെ കുടുംബത്തിൽ കയറി അങ്ങ് സന്തോഷിക്കാനും മെഴുകാനുമാണ് ഈ ചില റിയാക്ഷൻ നോളുകൾ ബ്ലോഗർമാർക്ക് ഇഷ്ടം. അവർ